ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഗുരുവന്ദനം ചെയ്യാം. അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം. വരൂ, നമുക്ക് നമ്മുടെ അകത്തുള്ള ലോകത്തേക്ക്, നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്നോർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ രൂപമൊന്നോർക്കാം. അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം. ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം.
പതിയെ നമ്മുടെ അമ്മയച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ, മക്കളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ, ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്കാശിക്കാം. പതിയെ നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിലുറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്നു വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് തിരികെ വരാം. ബോധത്തോടെ, സ്നേഹത്തോടെ, ബന്ധുത്വത്തോടെ
ധൈര്യത്തോടെ നമ്മുടെ സാധാരണ ചിന്തകളിലേക്ക്, തുടർന്നുള്ള ജീവിതത്തിലേക്ക് പതിയെ പതിയെ കൊട്ടകാർവ് ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക.
വിശ്വവന്തനം, സംയോഗ മാതൃക. ഗുരുവന്ദനം. സഹസ്രാരം, പുനാഹതം, സ്വാദിഷ്ഠാനം, പതലം, ഇടുപ്പ്, സുതലം, കാൽമുട്ട്, രസതലം, നെരിയാണി, പാതാളം, ഭൂമി, മഹാതലം, പാദം, തലാതലം, കാൽവണ്ണ, വിതലം, തുട, മൂലാധാരം, മണിപൂരകം, വിശുദ്ധി, സഹസ്രാരം, സത്യലോകം, കർണം മുമ്പിലേക്ക് നോക്കിയിട്ട് മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, വലത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഇടത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, മുമ്പോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം,
അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇനി ഗുരുവന്ദനം. ആത്മവന്ദനം, ഭൂമിവന്ദനം, ആകാശവന്ദനം, വിശ്വവന്ദനം, സത്യലോകവന്ദനം, വിശ്വവന്ദനം, ഗുരുവന്ദനം. മുദ്ര. ഒരു മിനിറ്റ് സമയമാണ്. To-do list. Manifest intentions on self-awareness, action planning, and vital focusing. ധർമ്മപൂരണത്തിനായി കർമ്മങ്ങളെ ത്രികാലങ്ങളുടെ വെളിച്ചത്തിൽ രൂപകൽപ്പന ചെയ്യുന്നതാണ് കർമാസൂത്രണം അഥവാ ആക്ഷൻ പ്ലാനിംഗ്. പ്രാഥമിക പശ്ചാത്തലമായി ആന്തരികവും ബാഹ്യവും ആയ പരിസ്ഥിതികളിൽ തെളിഞ്ഞ അറിവ് ഉണ്ടാകണം. പ്രാഥമിക പശ്ചാത്തലമായി ആന്തരിക ബാഹ്യ പരിസ്ഥിതികളിൽ തെളിഞ്ഞ അറിവ് ഉണ്ടാകണം അഥവാ സെൽഫ് അവയർനെസ് ഉണ്ടാകണം. ഒന്നുകൂടെ വായിക്കാം.
പ്രാഥമിക പശ്ചാത്തലമായി ആന്തരിക ബാഹ്യ പരിസ്ഥിതികളിൽ തെളിഞ്ഞ അറിവ് അഥവാ സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കണം. പൂർവാനുഭവം, വർത്തമാനഗ്രാഹ്യം, ഇച്ഛ ഇവയിലൂന്നി വിഭാവനത്തിൽ കർമ്മ പദ്ധതി അഥവാ ആക്ഷൻ പ്ലാനിംഗ് രൂപകൽപ്പന ചെയ്യപ്പെടുന്നു. അതിന്റെ ക്രമമായ നിത്യാവർത്തി ആലേഖനത്തിൽ അഥവാ ടു ഡു ലിസ്റ്റിൽ ശ്രദ്ധിക്കുന്നതിലൂടെ കർമ്മപൂർണവും ധർമാവിഷ്കാരവും സംഭവിച്ചു തുടങ്ങുന്നു. ഒരു മിനിറ്റ്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സാധാരണ രീതിയിൽ കർമ്മങ്ങളെല്ലാം ചെയ്തു പോകുന്നവരാണ് നമ്മൾ. നമുക്ക് എന്തു ചെയ്യണമെന്ന് തോന്നുന്നു അത് ചെയ്ത് മുൻപോട്ട് പോകുന്നു. അത്തരത്തിലാണ് എല്ലാ ജീവികളും ജീവിക്കുന്നത്, എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. എന്നാൽ അതിൽ ജീവിതത്തിന്റെ വിജയവും ജീവിത സാഫല്യവും വേണ്ടവർ അതിന് ചില പ്രത്യേക ചട്ടവട്ടങ്ങളിലൂടെ പോകേണ്ടതുണ്ട്. അവയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികമായ ഉപകരണമായി ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് ഈ ടു ഡു ലിസ്റ്റ് അഥവാ കർമാസൂത്രണ പരിപാടി എന്നുള്ളത്. ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് കർമാസൂത്രണം ചെയ്യാനുള്ള ഒരു ഉപകരണമാണ്. കർമാസൂത്രണം എന്ന് വെച്ചാൽ ആക്ഷൻ പ്ലാനിങ്. നമുക്കറിയാം, കർമ്മങ്ങൾ എന്ന് പറയുന്നത് ധർമ്മ പൂരണത്തിന് വേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തികളാണ്. ധർമ്മം നമുക്കുണ്ട്. ധർമ്മം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജന്മത്തിന്റെ ഉദ്ദേശ്യമായി വരുന്ന ഓരോ സമയത്തെ ഉത്തരവാദിത്തങ്ങളാണ്. പ്രകൃതി നമ്മിൽ നിക്ഷേപിക്കുന്ന അതാത് സമയത്ത് ഉത്തരവാദിത്തങ്ങളാണ് ധർമ്മങ്ങൾ എന്നുള്ളത്. ഈ ധർമ്മം നടപ്പിലാക്കാനായിട്ട് നാം ചെയ്യുന്ന പ്രക്രിയകളാണ് കർമ്മങ്ങൾ. അപ്പോ ഈ കർമ്മങ്ങൾക്ക് നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു ആസൂത്രണം ആവശ്യമാണ്. ആസൂത്രണം ചെയ്യുമ്പോൾ അത് ത്രികാലങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കണം. പൂർവ്വകാലത്ത് എന്ത് സംഭവിച്ചു, വർത്തമാനകാലത്ത് എന്താണ് ഇപ്പോൾ ഉള്ള അവസ്ഥ, ഇനി എന്താണ് വേണ്ടത്, അങ്ങനെ ത്രികാലങ്ങളുമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് അതിനെ രൂപകൽപ്പന ചെയ്യണം. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെ രൂപകൽപ്പന ചെയ്യണം. അവിടെ ഒരു വിഭാവനം, ഒരു ആസൂത്രണം ആവശ്യമാണ്. ഇത് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നതിനെയാണ് മനസ്സെന്ന് പറയുന്നത്. ശരീരത്തിനകത്ത് ഇത് നടക്കുമ്പോൾ അതിനെ മനസ്സെന്ന് പറയും. നമ്മുടെ ശരീര പ്രക്രിയകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നതെങ്കിൽ, ജീവിതത്തിന്റെ മനസ്സാണ് ഈ കർമാസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ കർമാസൂത്രണം ചെയ്യണമെങ്കിൽ ആദ്യമായി നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ആന്തരികവും ബാഹ്യവുമായ പരിസ്ഥിതികളെ കുറിച്ച്, നമ്മുടെ ആന്തരിക ലോകം എന്താണ്, നമുക്ക് എത്രത്തോളം ശേഷിയുണ്ട്, നമുക്ക് എത്രത്തോളം സാധ്യതയുണ്ട്, നമുക്ക് എത്രത്തോളം പരിമിതിയുണ്ട്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ തെളിഞ്ഞ ബോധ്യമുണ്ടാകണം. അതേപോലെ തന്നെ നാം ജീവിക്കുന്ന ലോകത്ത് എന്ന് പറയുമ്പോൾ ഈ സാമൂഹ്യമായിട്ടുള്ള ഒരു സംവിധാനത്തിനകത്ത് എന്താണ് ഇതിന്റെ ചുറ്റുപാടും നടക്കുന്ന ഒരു മെക്കാനിസം, എന്റെ തൊട്ടുവെളിയിൽ സാമൂഹ്യമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഞാനും പ്രാപഞ്ചികമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അതിന്റെ ഘടന, എന്താണ് അതിന്റെ വിന്യാസം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആന്തരിക പരിസ്ഥിതിയെക്കുറിച്ചും എൻ്റെ ബാഹ്യ പരിസ്ഥിതിയെക്കുറിച്ചും എൻ്റെ ഉപരിപരിസ്ഥിതിയെക്കുറിച്ചുമുള്ള എൻ്റെ അറിവിന്മേലുള്ള വ്യക്തത, ഇതാണ് ഈ ഒരു ആസൂത്രണം നടക്കുന്നതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. ആസൂത്രണം ചെയ്യാൻ സത്യത്തിൽ ഇതിന്റെ ആവശ്യമില്ല, ഒരു അവയർനെസ്സും ആവശ്യമില്ല. അവയർനെസ്സേ ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആസൂത്രണമേ നടക്കുള്ളൂ എന്ന് മാത്രം. ശരിയായ ഫലം ഉണ്ടാകണമെങ്കിൽ, ശരിയായ അളവിൽ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയണമെങ്കിൽ അതിന് ഈ അവയർനെസ് ആവശ്യമാണ്. എത്രത്തോളം അവെയർ ആകുന്നു അതിനനുസരിച്ച് മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ എന്നതാണ് കാര്യം. ഓക്കെ, ഇനി നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടായി, നമുക്ക് നമ്മുടെ ആന്തരിക പരിസ്ഥിതിയും ബാഹ്യ പരിസ്ഥിതിയും ഉപരിപരിസ്ഥിതിയും കുറിച്ചുള്ള ഒരു
കൃത്യമായ ബോധ്യം നമുക്കുണ്ടായി എന്നിരിക്കട്ടെ. ഇനി എന്താണ് വേണ്ടത്? പഴയ അനുഭവങ്ങൾ, പൂർവാനുഭവങ്ങൾ, അതിനെയാണ് സ്മൃതികൾ എന്ന് പറയുക, ഓർമ്മകൾ. ഇതിനു മുമ്പ് എന്തുണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു അവസ്ഥകൾ എന്നുള്ളത് നമ്മൾ കർമ്മങ്ങൾ ചെയ്ത പോലത്തെ. കാരണം എന്റെ ഓർമ്മകളിലുള്ള കാര്യങ്ങളെ കുറിച്ചല്ല നമ്മളിവിടെ പറഞ്ഞത്, എന്റെ ശരീരത്തിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ചല്ല, എന്റെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ എന്താണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്, ആ അവസ്ഥകൾ എന്തൊക്കെയാണ്, ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഗ്രാഹ്യം എനിക്കുണ്ടാവണം. ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വർത്തമാന നിമിഷത്തിൽ എന്തൊക്കെയാണ് ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഗ്രാഹ്യം ഉണ്ടാകണം. ഇതിനുമൊക്കെ അപ്പുറത്ത് എന്തുണ്ടാകണം എന്നുള്ള ഒരു ഇച്ഛ എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. എനിക്ക് കൃത്യമായിട്ടൊരു താല്പര്യം തോന്നണം, എനിക്ക് ഒരു ആർജവം ഉണ്ടാകണം. ഈ ജീവിതത്തിൽ എനിക്ക് ഇന്നതെല്ലാം ആവശ്യമാണ് എന്നുള്ള ഒരു ആർജവം ഉണ്ടാകണം. അപ്പോൾ പൂർവാനുഭവം അത് പഴയ കാലമാണ്. വർത്തമാനം എന്ന് പറയുന്നത്, വർത്തമാനഗ്രാഹ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇപ്പോഴുള്ള അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ എന്താണ്, കറന്റ് ആയിട്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു മൊമെന്ററി ആയിട്ടുള്ള ഒരു അറിവുണ്ടാകണം. അതുപോലെ തന്നെ ഇച്ഛ, അത് ഭാവിയാണ്, വിഭാവനത്തിലാണ് വരുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ആ ഒരു താല്പര്യം, ഇവയിലൂന്നി നമ്മുടെ വിഭാവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭാവന ചെയ്യണം, സങ്കല്പിക്കുകയാണ്. ആ സങ്കല്പത്തിൽ തെളിയുന്ന കർമ്മപദ്ധതി, അങ്ങനെ ഒരു കർമ്മപദ്ധതി നമുക്ക് തെളിയേണ്ടതുണ്ട്. ഇത് ഇങ്ങനെ ആയിരുന്നു അപ്പോൾ, ഇപ്പോൾ ഇതാണ് അവസ്ഥ, അപ്പോൾ ഭാവിയിൽ ഇന്നത് വേണം. ഈ രീതിയിൽ ഒരു കൂട്ടിക്കിഴിച്ച് നോക്കുന്ന ഒരു പരിപാടി, അങ്ങനെയാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിപ്പറ്റുന്നതാണ് ഈ കർമ്മപദ്ധതി എന്ന് പറയുന്നത്. അപ്പോ ഈ പൂർവാനുഭവം, വർത്തമാനഗ്രാഹ്യം, ഈ ഇവയിലൂന്നി വിഭാവനത്തിൽ, നമ്മുടെ ഭാവനയിലാണ് ഈ കർമ്മപദ്ധതി രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. ഭാവന ചെയ്യാനുള്ള ശേഷിയില്ലെങ്കിലോ, സങ്കല്പശേഷിയില്ലെങ്കിലോ ഈ പ്ലാനിങ് അങ്ങ് നടക്കില്ല. കൃത്യമായിട്ട് ആക്ഷൻ പ്ലാനിങ് അങ്ങ് കൃത്യമായിട്ട് നടക്കില്ല. അപ്പൊ നമുക്ക് ഭാവന ചെയ്യാൻ പറ്റണം. പൂർവാനുഭവത്തെ കുറിച്ച് ഒരു ധാരണയുണ്ട്, എന്താണ് ഇതിനു മുമ്പ് സംഭവിച്ചെന്നുള്ളതിനൊക്കെ അറിവുണ്ടാവണം. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം, നമുക്ക് താല്പര്യവും ഉണ്ടാകണം. ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഉള്ളിൽ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും നമുക്കൊരു ചെറിയ പിക്ചർ കിട്ടി. ഈ പിക്ചർ കിട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ പാർട്ടായിട്ട് ഈ വിഭാവനത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ആക്ഷൻ പ്ലാനിനെ നമ്മൾ എങ്ങനെയാണ് മെറ്റീരിയലൈസ് ചെയ്യുന്നത്, അതിനെ ആദ്യം ക്രമമായിട്ട് ആലേഖനം ചെയ്യുക. ഈ ക്രമമായി ആലേഖനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ തലയ്ക്കകത്ത് തന്നെ നമ്മൾ എഴുതുകയാണ്, നമ്മുടെ വിഭാവനത്തിൽ എഴുതുകയാണ്. നമ്മൾ ആ എഴുതി കൃത്യമായിട്ട് വരുമ്പോൾ, നമ്മൾ ഇന്നലെ സംസാരിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, അതുപോലെ ജീവിതാലേഖനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ ക്രമമായിട്ട് എഴുതി വരുമ്പോൾ അത് പ്രകൃതിയിലേക്കുള്ള എഴുത്താണ്. നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ ശരീരത്തിനകത്ത്, മനസ്സിനകത്ത്, സ്മൃതികളെ, നമ്മുടെ ഫാക്കൽറ്റികളെ എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നടന്നു തുടങ്ങും. അങ്ങനെ ഒരിക്കൽ എഴുതി വെച്ചാൽ പോരാ, നമ്മൾ അതിനെ പിറ്റേ ദിവസവും എഴുതുക, നിത്യാവർത്തി എഴുതുക, പിറ്റേ ദിവസവും എഴുതുക. എഴുതുമ്പോഴോ നമ്മുടെ ഒരു പ്രക്രിയ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന് കുറച്ചുകൂടെ തെളിച്ചം വരും. ഇന്നലത്തെ വർത്തമാനകാലം എന്ന് പറയുന്നത് ഇന്നത്തെ ഭൂതകാലമാണ്, ഭൂതകാലാനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്നതിലും അപ്ഡേറ്റ് ചെയ്യും. ഈ അപ്ഡേറ്റ് ചെയ്ത് നമ്മളെ ഓരോ ദിവസം കഴിയും തോറും ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയായിട്ട് മാറും. മാത്രല്ല, എഴുതി വെക്കുന്നതോടുകൂടി നമ്മൾ ചെയ്തു തുടങ്ങിയതല്ല, എഴുതി വെക്കുന്നതോടുകൂടി നമ്മളുടെ ആ വിഭാവനം നടന്നു തുടങ്ങി എന്നുള്ളതാണ്. ആ നടന്നു തുടങ്ങുന്നതിന്റെ കൂടെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇത് എഴുതി വെച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. മാത്രമല്ല, എഴുതി വെക്കുന്നതിനും കർമ്മങ്ങൾക്കും ഇടയിൽ ഒരു കാര്യമുണ്ട്, അതിനെ നമ്മൾ വൈറ്റലി ഫോക്കസ് ചെയ്യണം. നമ്മുടെ ചൈതന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൽ ശ്രദ്ധ കൊടുക്കണം. നിങ്ങൾ അതിനെ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് അത് വിപുലപ്പെടും, അത് ശക്തിപ്പെടും, വിപുലപ്പെടും. അത് വിപുലമായ പ്രവർത്തന രൂപത്തിലേക്കും ഫല രൂപത്തിലേക്കും ഒക്കെ അത് മാറിത്തീരും. അങ്ങനെ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പോ നമുക്ക് ഈ ടു ഡു ലിസ്റ്റ് എന്നുള്ള ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ത്രികാല
ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആദ്യമേ നമുക്ക് വേണ്ടത്, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ടു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ വേണ്ടത് സെൽഫ് അവെയർനെസ് ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. പുറത്തെന്തുണ്ട്, ഉപരിയായിട്ട് എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ്. ആ അവയർനെസ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം നമ്മുടെ ഭാവനകളിൽ, നമ്മുടെ പ്ലാനിങ്ങുകളിൽ, ആസൂത്രണത്തിൽ, അതിന്റെ ഫലത്തിലൊക്കെ മാറ്റം വരും. അപ്പൊ നമുക്ക് എത്രത്തോളം അതറിയുന്നു അത്രത്തോളം നല്ലത്. അതുകൊണ്ടാണ് ഈ ക്യൂ ലൈഫിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു തിയറി സംവിധാനം ഉള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച്, ഇതിന്റെ ഓരോ ലുക്ക് ആൻഡ് കോർണേഴ്സിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വ്യക്തിയായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവയുടെ കൃത്യമായ പ്രയോഗങ്ങളുണ്ട്. അപ്പൊ ഈ രൂപത്തിലായിത്തീരുമ്പോൾ മാത്രമേ, ഇത്തരത്തിലായിത്തീരുമ്പോൾ മാത്രമേ നമുക്ക് അത് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആന്തരികമായ ഒരു ബോധ്യം നമുക്കുണ്ടാവുന്നു. അതിനനുസരിച്ച് നമ്മുടെ ഭൂതം, വർത്തമാനം, ഭാവി ഇവ ചേർത്തുകൊണ്ടൊരു കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. ആസൂത്രണം ചെയ്യുന്നതിനെ ആലേഖനം ചെയ്തു വെക്കുന്നു. ആലേഖനം ചെയ്യുന്നതിന്റെ മുകളിൽ നിത്യാവർത്തി ചെയ്തുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്യുന്നു. മോഡിഫൈ ചെയ്യുന്നത് കർമ്മ പദ്ധതിയാക്കുന്നതിന്റെ ഇടയിലേക്ക് നമ്മൾ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണോ ഭാവന ചെയ്യുന്നത് അത് സംഭവിച്ചിരിക്കും. അതിന് തർക്കമൊന്നും വേണ്ട, പൂർണ്ണമായും സംഭവിച്ചിരിക്കും. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ പലരും, ഇത് സംഘടിപ്പിക്കുന്ന പലരും ഈ ഒരു പ്രക്രിയയിലൂടെ പോകുന്നവരാണ്, പോയവരാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടത് സംഭവിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ നിങ്ങളുടെ കർമാസൂത്രണ പദ്ധതിയെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me.
I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you.
I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. I'm sorry. Please forgive me. I thank you. And I love you. തിരികെ വരാം. ഇന്നത്തെ നിരൂപണങ്ങളിലേക്ക് കിടക്കാം. കൃഷ്ണമാരേട്ട. നമസ്കാരം. ജീവിത വിജയത്തിന്റെ പാതയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇന്ന് സുഭാഷിതത്തിൽ പരാമർശിച്ചത്. കർമ്മസൂത്രണം, അതിന്റെ വിവിധ വശങ്ങളെ പറ്റി വളരെ വ്യക്തമായി, വളരെ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ പ്രതിപാദിച്ചു. കാലജ്ഞാനം, അതിന്റെ ആവശ്യകത, പ്രത്യേകിച്ച് എനിക്ക് വളരെ അട്രാക്റ്റായിട്ട് തോന്നിയത് ടു ഡു ലിസ്റ്റ്, നമ്മൾ ദിവസം അതിന്റെ പുനരാവർത്തനം, അതാണ്. പ്രത്യേകിച്ച് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ഇത്രയും കാലം കടന്നുപോയ എനിക്ക് ഈ വൈകിയ വേളയിലെങ്കിലും ഇത് വളരെ ഒരു ഉൾക്കാഴ്ച തരുന്ന ഒരു എല്ലാവർക്കും നമസ്കാരം.
ഇന്നത്തെ വിഷയം വളരെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഞാനിത് വളരെ പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ തന്നെ മാനേജ്മെന്റ് സയൻസസിൽ ഇതിന്റെ വേറൊരു അഡ്വാൻസ്ഡ് റൂം അവിടെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഈ ആഗ്രഹിക്കുന്നതിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്ന പോലെ ഇത് ആഗ്രഹിക്കുന്നതിന്റെ എന്താ പറയാ ഫിസിയോളജിയോ അങ്ങനെ വേണമെങ്കിൽ പറയാം. ആഗ്രഹിക്കുന്നതിന്റെ മനഃശാസ്ത്രം നമ്മൾ അതിന്റെ നമ്മൾ ഒത്തിരി പറയുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷന്റെ വെച്ചിട്ട്. പക്ഷെ അത് ചെയ്യുന്നതോടുകൂടി, ആഗ്രഹം വന്നതോടുകൂടി നമുക്ക് നാച്ചുറലായിട്ട് ഇൻസ്റ്റിങ്റ്റീവായിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ ആയിരുന്നു സംഭവിക്കേണ്ടില്ല. പക്ഷെ ഇപ്പൊ അത് നമ്മുടെ ലോജിക്ക് കയറി ഇടപെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ലോജിക്കിന്റെ വഴി കൂടെ പോകുമ്പോൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണമെന്നുള്ള അത് വളരെ വളരെ ക്ലിയർ ആയിട്ട് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയെന്ന. ഞാൻ എവരി 76 ഞാൻ ജോലിക്ക് കയറി ആദ്യത്തെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് പ്ലാൻ ചെയ്ത് എവരി 3 years ആയിട്ട് ജമ്പ് എന്നുള്ള, കാരണം വളരെ ലോവർ ഒരു ഇതിലാണ്, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ടാണ് കയറുന്നത്. അന്നത്തെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 രൂപ കൈ കിട്ടത്തുള്ളൂ, ആ രീതിയിൽ. അപ്പൊ അന്ന് പിന്നെ ഡിസൈഡ് ചെയ്തു ഇതിൻ്റെ അകത്ത് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. അപ്പൊ ജമ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സിനെ ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് അവര് വളരെ സ്ലോ ആയിട്ട് അവർ ജീവിതം മൊത്തം ശരിക്കും പരിശ്രമിച്ചു കഴിയുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു ക്ലാസ് 1 ഓഫീസർ തന്നെ അത് തന്നെ എല്ലാവരും എത്തത്തുമില്ല ആ രീതിയിൽ. അപ്പൊ ഞാനത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ഡിസിഷൻ എടുത്തു. എവരി 3 years ടു ജമ്പ് അച്ചീവ് സംതിങ്, ഒരു ക്വാണ്ടം ജമ്പ് കിട്ടത്തക്ക. അങ്ങനെ ഒരു ഭയങ്കര ഇതായിട്ട് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് 79 ആയപ്പോഴത്തേക്ക് എനിക്ക് അടുത്ത സൂപ്രണ്ടായി കിട്ടി. അത് കഴിഞ്ഞുള്ളത് വളരെ ഫാസ്റ്റ് ആയിരുന്നു. അതായത് ഇതിന്റെ ഏറ്റവും വലിയ രസം. നമ്മൾ പ്ലാൻ വെച്ചിരുന്നത് 3 years. അപ്പം അടുത്തത് 80 ആയപ്പോഴത്തേക്ക് എനിക്ക് ക്ലാസ് 1 പോസ്റ്റ് കിട്ടി. അപ്പൊ ഇതെല്ലാം ഡയറക്റ്റ് സെലക്ഷൻസ് ആണ്. അപ്പൊ അതിനായിട്ടുള്ള വർക്ക് ചെയ്ത് അങ്ങനെ മുന്നോട്ട് വന്നത്. അപ്പൊ ഇത് ഞാൻ വളരെ ഇതായിട്ട് പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത്. ടു ഡു ലിസ്റ്റ് ഇതിന്റെ ഏറ്റവും കണ്ടന്റ് ആയിട്ടുള്ളത് കാതലായിട്ടുണ്ടായിരുന്നത് ടു ഡു ലിസ്റ്റും ആക്ഷൻ പ്ലാനിങ്ങും ആയിരുന്നു. അപ്പൊ അത് നമ്മള് പിന്നെ ഞാൻ ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച സമയത്ത് അവിടെ മാനേജ്മെന്റ് സയൻസസിൽ വന്നു. അവിടെ വന്നപ്പോഴും ഈ സംഗതി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പലതിനും ഇത് എല്ലാം കൂടെ ചെന്നിട്ട് അങ്ങനെ ഒന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാനേജ്മെന്റ് സയൻസിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഇതിന് പാരലായിട്ടൊരു സംഗതി അവിടെ ഉണ്ട്. അവിടെ ഇപ്പം ഈ ആക്ഷൻ പ്ലാന് ഉണ്ടാക്കുന്നതിന് ഒരു SWOT അനാലിസിസ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട് എന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ അതായത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, പാസ്റ്റിൽ എന്തോ എന്നുള്ളത് അതിൽ നിന്നുള്ളൊരു അസസ്മെന്റ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വീക്ക്നെസ്സസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ, പ്രസന്റ് സ്റ്റാറ്റസിനെ മുഴുവൻ അനലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏതിലോട്ടാണ് നമ്മൾ പോകേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിലോട്ടുള്ള ഒരു പ്ലാനിങ്, അതിന്റെ ത്രെട്ട് അനാലിസിസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്നത്. അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി ഒരു ടു ഡു ലിസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിന്റെ ഒരു പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ തുടർന്ന് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ അതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിനെ ഓരോന്നിന്റെ ഒരേ സമയത്ത് പല പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലത് സ്പീഡായിട്ട് പോകും, ചിലത് വീക്കായിട്ട് ഇരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അതിനെ റിവ്യൂ ചെയ്യേണ്ടി വരും. റിവ്യൂ ചെയ്യുന്നതിന് അതിനകത്ത് ഒരു CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കും. അപ്പൊ അതില് ഏത് പ്രോസസ്സിലാണ് സ്ലോ ആകുന്നത് വെച്ചാൽ അവിടെ കൂടുതൽ ഫോഴ്സ് ചെയ്യുക, കൂടുതൽ വൈറ്റിൽ ഫോക്കസ് ചെയ്യുക, അതിനുള്ള ഇത് ഇടുക. അപ്പൊ അതിനെ സ്പീഡപ്പ് ചെയ്ത് മറ്റേതിൻ്റെ കൂടെ ഒന്ന് ഒരേ രീതിയിൽ ഇത് മുന്നോട്ട് പോയിട്ട് ഫൈനലി ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പൊ അതിനകത്ത് പല ടെക്നിക്കും, മാനേജ്മെന്റ് ടെക്നിക്കും അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും ഇതായിട്ട് കണ്ടിട്ടുള്ളത് ജാപ്പനീസുകാരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൈസൻ എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ എന്നുള്ള ഒരു തിയറിയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാത്തിലും ഇത് സമഗ്രമായിട്ട് തന്നെ അത് കൊണ്ടുപോയെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളായിരുന്നു.
ഇപ്പൊ അത് എല്ലാ ആസ്പെക്റ്റിനും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നമ്മൾ ഈ പറയുന്ന ഈ എല്ലാ മാനേജ്മെന്റ് ആൻഡ് സ്പിരിച്വൽ സയൻസസ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ പല മാനേജ്മെന്റ് അകത്തും ഇതുപോലുള്ള പാർട്ടുകൾ കയറുന്നത്. ഫിലോസഫിക്കലായിട്ടും ബാക്കിയുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള എല്ലാം ചേർന്ന് ഇമോഷണൽ ഇന്റലിജൻസും ഇമോഷണൽ കോഷ്യന്റും ഇതെല്ലാം കയറി വരുന്നത്. പക്ഷെ അതിന്റെ പ്രധാന വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിന്റെ ഉദ്ദേശം വേറൊന്നാണ്, പ്രോഫിറ്റ് മോട്ടീവ് മാത്രമായിട്ടാണ്. അപ്പൊ അതിപ്പം മാറി മാറി വരുന്നുണ്ടെങ്കിലും അതിന്റെ ആയിട്ടില്ല. അതിന്റെ ബേസിക് അവിടെ അതിന്റെ തുലന ശരിയായിട്ടില്ല. അവിടെ ഇപ്പോഴും പ്രോഫിറ്റ് പൈസയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റേതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അതിനെ കൂടെ പരിഗണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ആ ഒരു രീതിയിലാണ് വരുന്നത്. പക്ഷെ അതിന്റെ എല്ലാം ഒരു പാരലായിട്ടാണ് നമ്മൾ ഇവിടെ ഇത് കാണുന്നത്. ഇതിനെ ആ രീതിയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമഗ്രമായിട്ട് എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് ആഗ്രഹവും സാധിക്കും എന്നുള്ളത് വളരെ എനിക്ക് ജീവിതത്തിൽ സാധിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് വളരെ നല്ലൊരു ലെസൺ ആയിട്ട് മനസ്സിലായി. താങ്ക് യു. നല്ല കേട്ടോ, കുറെ കൂടെ എക്സ്റ്റൻഷൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷം. നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം. മാളു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ലഭിച്ചു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പ്രകൃതിയിൽ നമുക്കെല്ലാവർക്കും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഒഴുക്ക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ജീവിതത്തിൽ പെട്ടെന്നൊരു സ്തംഭനാവസ്ഥ പലപ്പോഴും നേരിടാറുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത്തരം പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് മുന്നേ പ്രവർത്തിച്ചു തുടങ്ങാവുന്ന ഒരു നല്ലൊരു സംവിധാനമാണ് ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴായിട്ട് ഞാൻ ഇത് ജീവിതത്തില് ലോങ് ടേം ഗോൾസ് അല്ലെങ്കിലും ഷോർട്ട് ടേം ഗോൾസ് സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോഴും വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് ഒരുപക്ഷെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഞാൻ അങ്ങനെ എഴുതി വെച്ച് ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അക്കംപ്ലിഷ്മെന്റ് എന്നുള്ളത് ഒരു ചെറിയ രൂപത്തിലാണെങ്കിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇന്ന് ഇവിടെ പറഞ്ഞ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണത് ഒരുപക്ഷെ തുടക്കക്കാർക്ക് വളരെ കൃത്യമായിട്ട് അത് എങ്ങനെ തുടങ്ങണം, അതിലെന്തെല്ലാം ഉൾപ്പെടണം എന്നുള്ള രീതിയിൽ നല്ലൊരു വിശദീകരണം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 3 കാലങ്ങളിലും, അതായത് കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് എന്താണ് അവിടെ എനിക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇപ്പോ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചും ഇനി ഭാവിയിൽ എനിക്ക് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു ധാരണയിന്മേലാണ് പിന്നീട് നമ്മൾ എഴുതി തുടങ്ങുന്നത് എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടാകണം. അതിനുശേഷം അത് ജേർണലിംഗ്, അതായത് എഴുതി തുടങ്ങണം നമ്മൾ. പിന്നീട് അതിൽ വേണ്ടുന്ന മോഡിഫിക്കേഷൻ നടത്തി അതിന് കൃത്യമായിട്ട് ആ പ്രാധാന്യത്തിനനുസരിച്ച് അതിന് വൈറ്റൽ ഫോക്കസിങ് ചെലുത്തി അതിന്റെ സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വളരെ ചിട്ടയായിട്ട് അല്ലെങ്കിൽ ഒരു ക്രമത്തിൽ അത് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പവർഫുൾ ആണ്, വളരെ ഇഫക്റ്റീവ് ആണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. ഏട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെയുള്ള പലരും, നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ജീവിതത്തിലെ എന്താ പറയാ വളരെ വിഷമകരമായിട്ടുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. പലരും അങ്ങനെ ചെയ്ത് അവർക്ക് വളരെ വലിയ വിജയം എന്നുള്ളതിനേക്കാൾ അവരുടെ ഡെയിലി ലൈഫ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതിലേക്ക് കൂടുതൽ ഒന്നുകൂടെ ശ്രദ്ധിക്കാനായിട്ട്, അതായത് കുറച്ചുകൂടെ ഞാനിപ്പോ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളതിലേക്ക് ചിന്തിക്കാനും അതിനൊരു പ്ലാനിങ് ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വരാൻ സാധിച്ചു എന്നുള്ളതാണ്, ഇന്ന് ചിന്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. സന്തോഷം. നന്ദി.
സൗണ്ട്. നമ്മുടെ നിരൂപണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നമസ്കാരം.